ഈ വനിതാ ദിനത്തിൽ ഒരു വനിതാ രത്നത്തെ പരിചയപ്പെടാം. ഷെഫ് ലത. ഷെഫ് ലത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചിയിലെ ഗ്രാൻഡ് ഹയാത്തിലെ ഷെഫാണ് ലത. MA യൂസഫലിയോടൊക്കെ പേഴ്സണൽ ഷെഫൊക്കെയാണ്. ഒരുപാട് കാലത്തെ പരിചയവും പ്രവർത്തന വഴികളും ഒക്കെ ഉള്ള ഷെഫ് ലത. അടിപൊളി ആൾ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഷെഫാണ് എന്നുള്ളതും പ്രാധാന്യമാണ്. ഷെഫ് ലത താണ്ടിയ ജീവിത വഴികൾ എല്ലാ സ്ത്രീകൾക്കും പ്രചോദനമാണ്. ഇതാ ഷെഫ് ലത. കോഴിക്കോട് ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ലോകമറിയുന്ന പാചക വിദഗ്ധയിലേക്കുള്ള യാത്ര അതത്ര എളുപ്പമായിരുന്നില്ല. വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനവും ലക്ഷ്യബോധവുമാണ് ഇവിടെ വരെ എത്തിച്ചത്. 9-ാം വയസ്സിൽ കണ്ട സ്വപ്നത്തിനു പിന്നാലെയായിരുന്നു യാത്ര മുഴുവനും. ഞാൻ എൻ്റെ ഒരു 9 വയസ്സിൽ കണ്ട സ്വപ്നങ്ങളാണ് ഒരു ഷെഫ് ആവണം എന്നുള്ളത്. പിന്നെ ഞാൻ അതിൻ്റെ പുറകെ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, ജീവിതത്തിൽ നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്നും നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക, ആ സ്വപ്നത്തിനനുസരിച്ച് ജീവിക്കുക, ആ സ്വപ്നത്തിന് വേണ്ടി എന്തും ചെയ്യുക. 80കളിൽ ഒരു പെൺകുട്ടി പ്രൊഫഷണൽ പാചകരംഗത്തേക്ക് കടന്നു വരിക. പലർക്കും അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ചിലർ മൂക്കത്ത് വിരൽ വച്ചു. എതിർപ്പുകളെല്ലാം അവഗണിച്ചു. ആരെങ്കിലും സമ്മതിക്കോ? ഒരു പെൺകുട്ടി, അത് 82-83 കാലഘട്ടത്തിലെ ഒരു പെൺകുട്ടി പാചകം പഠിക്കണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരു വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി പാചകം പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് ഭയങ്കര അഹങ്കാരിയാ. ജോലി നൽകാൻ ആരും തയ്യാറായില്ല. ചെന്നൈയിലേക്ക് പോയത് ജോലിക്കായാണ്. പക്ഷെ അവിടെയും വെല്ലുവിളികൾ ഏറെയുണ്ടായിരുന്നു. സ്വന്തമായി കാറ്ററിംഗ് സ്ഥാപനം തുടങ്ങിയത് അങ്ങനെയാണ്. ശരിക്കും ഞാൻ 83-ൽ ഞാൻ സ്വന്തം കാറ്ററിംഗ് തുടങ്ങി. ആരോടൊക്കെയുള്ള വാശിക്ക്. കാരണം ആരും എന്നെ എടുക്കുന്നില്ല. പെണ്ണുങ്ങളെ പാചകത്തിന് ആരും എടുക്കും? അതൊരു പ്രശ്നമായിരുന്നു. പിന്നെ ഭയങ്കര പ്രശ്നമായിരുന്നത്. നാട്ടിലും വിദേശത്തുമായി പ്രശസ്തമായ പല സ്ഥാപനങ്ങളിലും ജോലി ചെയ്തു. നിരവധി പേരുമായി അടുത്ത സൗഹൃദം. എനിക്ക് രവിപിള്ള സാർക്ക് ഫുഡ് കൊടുക്കാനും യൂസഫലി സാർക്ക് ഫുഡ് കൊടുക്കാനും ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നുന്നത് ഒന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ ഫുഡും അവർക്ക് ഇഷ്ടമാണ്. യാത്രയിൽ പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും ഉണ്ടാകും. അതൊന്നും ഇച്ഛാശക്തിയെ ഇല്ലാതാക്കരുത്. സ്വപ്നങ്ങളിലേക്കുള്ള വഴിയിൽ ഒന്നും ഒരു തടസ്സമാകരുത്. ഒരു സമയം പോലും, ഒരു മിനിറ്റ് പോലും എൻ്റെ ഇത് വേസ്റ്റ് ആക്കിയില്ല. എഴുതാനായിട്ട്, വായിക്കാനായിട്ട്, ജോലി ചെയ്യാനായിട്ട്, ആളുകളെ മീറ്റ് ചെയ്യാനായിട്ട്. ഇന്നിപ്പോൾ കൊച്ചിയിലെ ഗ്രാൻഡ് ഹയാത്തിൽ വലിയൊരു ടീമിനെ നയിക്കുന്നതിന് ഈ നിറഞ്ഞ ചിരിയാണ് ഊർജം. നമ്മുടെ ഈക്വാലിറ്റിയാണ് നമ്മൾ കാണുന്നത് ഇവിടെ. പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കുന്ന ഒരു ഹോട്ടൽ. പെൺകുട്ടികൾ വരുമ്പോൾ നമ്മൾ അവർക്ക് ടേക്ക് കെയർ, ഒരു വീട്ടിൽ വന്നാൽ അവരെങ്ങനെയാണോ, നമ്മുടെ ഒരു ഏറ്റവും കുട്ടികൾ, ഇവിടുത്തെ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഇന്ന് വരെ അങ്ങനത്തെ ഒരു മോശം കേസ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പാചകം മാത്രമല്ല, എഴുത്തും കൂടെയുണ്ട്. അനുഭവങ്ങളും പാചകവും ജീവിതവും എല്ലാം എഴുത്തിലൂടെ മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നു. ചുറ്റുമുള്ളവർക്ക് തുണയാകണം, നന്മ ചെയ്യണം. പോകും മുൻപ് ചെയ്യാനേറെയുണ്ട്. ആരോടും പരാതിയില്ല. ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം നല്ലതിനാണ്. മക്കളോടും പറയാറുള്ളത് ഇതുതന്നെ. സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, വിവാഹമല്ല ജീവിതത്തിന്റെ അവസാനം. അതൊരു ഭാഗം മാത്രമാണ്. നിങ്ങൾ നിങ്ങളെ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി ഏത് ജോലിയും സന്തോഷത്തോടെ കൂടി ചെയ്യാൻ പഠിക്കുക. യെസ് പറയേണ്ടത് യെസ് പറയാനും, നോ പറയേണ്ടത് നോ പറയാനും പഠിക്കുക. സ്മിത ഹരിദാസ്, 24 കൊച്ചി. ഷെഫ് ലത ഒരു മോഡലാണ്. ഷെഫ് ലത വളരെ അധ്വാനിയാണ്. മാത്രമല്ല അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ നാട്ടിൽ ചെയ്യാൻ കഴിയും. ആദ്യത്തെ വനിതാ ഷെഫാണ് കേരളത്തിലെ.